ഇന്നത്തെ വീഡിയോയിൽ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് ബന്ദിപ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓറഞ്ച് കളറിലെ ക്രേപ്പ് പേപ്പർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതൊരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിലത്തെ 2 പീസ് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലെ ഒരു പീസ് ക്രേപ്പ് പേപ്പർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് തീരെ നൈസായിട്ട് നമുക്ക് പറ്റുന്നത്ര നൈസായിട്ട് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പീസ് കുറച്ചുകൂടി വലുപ്പത്തിൽ, നമ്മൾ ആദ്യം കട്ട് ചെയ്തതിനെക്കാട്ടി കുറച്ചുകൂടി വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത്തെ പേപ്പറും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ കട്ടിയുള്ള കമ്പിയോ എടുക്കാം നമുക്ക് സ്റ്റെമ്മായിട്ട്. അതിലേക്ക് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ നിവർത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇത് നമ്മൾ ചുറ്റി കൊടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് പശ കൂടി ഇടയ്ക്ക് ഈ പേപ്പറിലൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് ഇരുന്നോളും. ആദ്യത്തെ പേപ്പർ മുഴുവൻ ഇവിടെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ പേപ്പർ കൂടി ഇതുപോലെ പശ തേച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് മുഴുവനും ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെയായിട്ട് കുറച്ച് കട്ടിക്ക് ഇരിക്കുന്ന പേപ്പർ കുറച്ച് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നൂല് ഉപയോഗിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചുറ്റി ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ ഒരു പച്ച കളറിലെ ക്രേപ്പ് പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കി നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ പശ തേച്ച് നമ്മൾ പൂവിന് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു ഗ്രീൻ ടേപ്പ് കൂടി ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബന്ദിപ്പൂ ഇവിടെ റെഡിയായി.